ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള ബാത്ത് ടവൽസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ബാത്ത് ടവൽസ് പറയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാട്ടോ മൈക്രോ ഫൈബർ ബാത്ത് ടവൽസ്. ഈ മൈക്രോ ഫൈബർ ബാത്ത് ടവൽസ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ബാത്ത് ടവൽസ് ആണ്. ഇതിന് പല പല കളേഴ്സ് ഉണ്ട്. നല്ല ബ്ലൂ കളറ്, നല്ല പീച്ച് കളറ്, നല്ല മഞ്ഞ കളറ്, സാൻഡൽ കളർ അല്ലെ, നല്ല സ്നേഹം തോന്നുന്നു അതിനെ കാണാനേ. ഇതുണ്ട് നല്ല ഡാർക്ക് പീച്ച് കളറ്, പിന്നെ ഗ്രേ കളറ്, ഇങ്ങനെയുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് മൈക്രോ ഫൈബർ ബാത്ത് ടവൽസ് വരുന്നത് കേട്ടോ. ഇത് ഞാനിങ്ങനെ മാറ്റി വെക്കട്ടെ കേട്ടോ, എന്ന് മാറ്റി വെക്കുന്ന സാധനം കാണുന്നില്ല. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഇതുണ്ട്. കുഷ്യൻ കണ്ടോ, കുഷ്യൻ കണ്ടോ, ഇത് എന്താ നല്ല ഭംഗിയായിട്ടുള്ള കുഷ്യനും കുഷ്യൻ കവേഴ്സ് ഒക്കെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ സൈസ് വന്നിട്ട് 16x16 സൈസ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ല എംബ്രോയിഡറി ചെയ്തതാണ് കേട്ടോ. ഇനി ഞാൻ ഈ സമയത്തൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണം, പക്ഷെ നല്ല പ്രീമിയം ആയിരിക്കണം, നല്ല ഭംഗിയായിരിക്കണം, കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാകണം, പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാകണം. ഇതിൻ്റെയൊക്കെ ഇല്ലേ നമുക്ക് എല്ലാ സാധനവും ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ സാധനവും കിട്ടും. എന്നാലും ബെഡ്ഷീറ്റ് നമ്മുടെ കാര്യത്തിൽ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ്. ഇപ്പം എന്തും നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പം നമുക്ക് പണ്ടൊരു സിനിമയിൽ പറയായിരുന്നു, അച്ഛനെ അമ്മേനെ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് കിട്ടത്തില്ല, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ആ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നില്ല കേട്ടോ. ഏതോ ഒരു സിനിമയിൽ അങ്ങനെ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ബോക്സ് പാക്കിങ്ങോടുകൂടി വരുന്ന നല്ല ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത്. ഇതിനകത്തിലെ കാർഡ്ബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റൈലായിട്ടൊക്കെ ഇരിക്കുന്നത് ആ കാർഡ്ബോർഡ് മാറ്റിയാണ് പാർസൽ അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം. പിന്നെ കാർഡ്ബോർഡ് കൂടി ആ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആൾക്കാർക്ക് ഇഷ്ടമെങ്കിൽ അതും പറയണം കേട്ടോ. അതിൻ്റെ ബെഡ്ഷീറ്റാണ് ഈ ഒരു ബെഡ്ഷീറ്റ്. അതായത് ബെഡ്ഷീറ്റിൽ നമുക്ക് ഒരു ഡിസൈനും പാടില്ല, പക്ഷെ നല്ല എംബോസ് ഡിസൈൻ വേണം കേട്ടോ. അതായത് ബെഡ്ഷീറ്റിൽ എംബ്രോയിഡറി ഒന്നുമില്ല, പ്ലെയിൻ ആണ്, പക്ഷെ പ്രീമിയം ക്വാളിറ്റിയിലെ എംബ്രോയിഡറി അല്ല, എംബോസ് ചെയ്തിരിക്കുന്ന പ്രിന്റ് ആണ്. ഇതെന്നെ പറയുന്നത് ജക്കാർഡ് എംബോസിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ശരിക്കും ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച പിള്ളേർക്ക് ഇതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ ടേംസ് അറിയാൻ പറ്റുമേ. അപ്പോൾ എന്നോട് പറഞ്ഞു തന്ന സാധനം ഞാൻ അത് കറക്റ്റായിട്ട് പറയുക കേട്ടോ. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള എംബോസ് ചെയ്തിരിക്കുന്ന നല്ല ഷീറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് കളറും നമ്മുടെ കയ്യിൽ ഇതുപോലെ ഗ്രേ കളറൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ പില്ലോ കവർ രണ്ട് വലിയ വലിയ പില്ലോ കവേഴ്സ് ആണ്. ബാക്കിൽ സിബൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പില്ലോ കവറിന്റെ സൈഡിലുണ്ടല്ലോ ഇതുപോലെ നല്ല എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. അതായത് ക്രീം കളർ ബാക്ക്ഗ്രൗണ്ടോ ഇതിന് മാച്ചിങ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് ഫുള്ളി നല്ല എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവറോട് കൂടിയ നല്ല രസത്തിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആട്ടോ ബോക്സിൽ വരുവേ. ഇനി നമ്മുടെ പഴയകാല ബെഡ്ഷീറ്റ് ആട്ടോ, പഴയകാല ഡബിൾ കോഡിന് സൈസുള്ള ബെഡ്ഷീറ്റ് ആണ്. അപ്പോൾ ചെറിയ പ്രിന്റ് കുറേ ആൾക്കാർ ചോദിച്ചാണ്. അപ്പോൾ ചെറിയ പ്രിന്റ് ഇച്ചിരി പാടാട്ടോ, എന്നാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഇത് കാണാനേ, നല്ല ഒരു സ്നേഹം തോന്നും കേട്ടോ. അതായത് ഡബിൾ കോട്ടിൻ്റെ സൈസാണ്, പഴയകാല ഡബിൾ കോട്ടിൻ്റെ സൈസ്. അങ്ങനെ മാത്രമേ വിചാരിക്കാവുള്ളൂ. പുതിയ കാല ഡബിൾ കോട്ടല്ല. പണ്ടത്തെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അമ്മയും അപ്പനും ഒക്കെ കിടന്ന കട്ടിലൊരു പ്രത്യേക കട്ടിലായിരുന്നു. ആ കട്ടില് പല ആൾക്കാരും ഇപ്പൊ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് ആൾക്കാരത് സ്നേഹം കൊണ്ട്, കുറച്ച് ആൾക്കാരെല്ലാവരും സ്നേഹം കൊണ്ടൊക്കെ അല്ലേ സൂക്ഷിച്ചു വെക്കുന്നത്. ചില ആൾക്കാർക്ക് അതിന്റെ ഭംഗി കണ്ടിട്ട്, അങ്ങനെ കുറെ ആൾക്കാർക്ക് ഓരോ ഫീലിങ്സ് ആണല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു ആന്റി പറഞ്ഞു അവർക്ക് അതിനോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ടാണ് അവരത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒരു നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോടൊക്കെ ഒരു സ്നേഹമാണ് കേട്ടോ. അതിങ്ങനെ മാറി മാറി വരും. അങ്ങനെയുള്ള പെട്ടികളൊക്കെ പല ആൾക്കാരും വീട്ടിലുണ്ടാവും. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പൂക്കളോട് കൂടിയ ഒരു ബെഡ്ഷീറ്റാണ്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനിയുള്ളത് അതേ സൈസ് തന്നെ. ഇത് കണ്ട നല്ലൊരു മഞ്ഞ കളർ ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. നല്ല ഭംഗിയാട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. കാണാനും നല്ല ഭംഗിയാണ്, വിരിച്ചാലും നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ.
ഇതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ലൊരു പില്ലോ കവേഴ്സ് ആണ്. ഇനിയുള്ളത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്. ഇതിന്റെ എല്ലാം വില നമുക്കുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കണം കേട്ടോ, കാരണം പല ബെഡ്ഷീറ്റിനും പല വിലയാണ്. അപ്പൊ എല്ലാം ചോദിക്കണം വാട്സപ്പിൽ. എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ എല്ലാത്തിനുള്ള റിപ്ലൈ കിട്ടും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഇതാണ്. എന്ത് രസമാണെന്ന് നോക്കി ഇത് കാണാൻ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇതിന്റെ സൈസ് വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. സൈസ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്. സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആണ് കേട്ടോ. ഇതിന്റെ പില്ലോ കവർ ഇതാണ് കേട്ടോ. പിന്നെ അടുത്ത ഒരു ഡിസൈൻ, ഈ ജയ്പൂരി പ്രിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ സോഫ്റ്റ് കോട്ടണിൽ വരുമ്പോൾ കൂടുതൽ ഭംഗിയാണ് കേട്ടോ. ജയ്പൂരി പ്രിന്റ് നമ്മൾ സോഫ്റ്റ് കോട്ടണിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതുണ്ട് നല്ല ഭംഗി. അതായത് നമ്മുടെ പണ്ടത്തെ ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആ ബെഡ്ഷീറ്റിന്റെ പേര് മാത്രമേ അറിയത്തുണ്ടായിരുന്നു. ആ ഒരു മെറ്റീരിയൽ നമ്മൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. നല്ല രസമില്ല ഇത് കാണാനേ. ഈ പില്ലോ കവറും ബെഡ്ഷീറ്റും എല്ലാ രസമുണ്ട് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റ്. അതായത് കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ സൈസ് വന്നിട്ട് 100x108 ഇഞ്ചസ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ആണ്. 4 സൈഡിലും ബോർഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് പ്ലെയിൻ കളർ പിടിപ്പിച്ചിരിക്കുന്ന കേട്ടോ. ഇത് നല്ല തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ. ഇതുപോലെ ഒരു കളർ കോമ്പിനേഷൻ മാഗ്നിസ്കേപ്സിൽ വന്നിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ പറയാം കേട്ടോ. അത്ര ഭംഗിയാട്ടോ. കാരണം വെച്ചാൽ പിങ്കും അല്ല പീച്ച് വലയോ ഇതിൻ്റെയൊക്കെ കളറൊക്കെ ശരിക്കും പഠിക്കണം കേട്ടോ. എന്നാലും ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നാലും പറഞ്ഞാലും നമുക്കൊന്നും സാധാരണക്കാരായ എന്നെ പോലെ ഉള്ളവർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്കിത് നേരെ കാണിക്കുമ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്ര നല്ല ക്വാളിറ്റി ഉള്ള നല്ല സംഭവത്തിലാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇനി നമ്മുടെ ഫേവറേറ്റ് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ബെഡ്ഷീറ്റ് ആട്ടോ. നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ഒരു ഷീറ്റ് ആണ്, പക്ഷെ വളരെ കുറച്ചുള്ളൂ കേട്ടോ. ഇത് കണ്ട നല്ലൊരു സംഭവമാണ്. ഇത് കണ്ട, അതായത് റൂമിൽ ഏത് പെയിന്റ് അടിച്ചാലും ഈ ഒരു ബെഡ്ഷീറ്റ് ചേരും ചേച്ചി എന്നാണ് ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ സൈഡ് ബോർഡർ നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് സൈഡ് ബോർഡർ വന്നിട്ടുള്ളത്, ഇതാണ് സെന്റർ പോർഷൻ വന്നിട്ടുള്ളത്. ശരിയാ, ഇതിനകത്ത് 4-3 കളേഴ്സ് ഉണ്ട്. അപ്പൊ ഏത് സൈഡിൽ പില്ലോ മീൻസ് വൈറ്റും പിന്നെ ഒരു സൈഡ് ഗ്രീൻ കളറൊക്കെ അടിച്ചിട്ട് ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. വളരെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ ഈ ബെഡ്ഷീറ്റ് ഇട്ടാൽ നല്ല രസമാട്ടോ. കാരണം വെച്ചാൽ നല്ല കളറൊക്കെ വിരിഞ്ഞ് കിടക്കും അവിടെ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. ഇനിയുള്ളത് കിങ് സൈസ് ആട്ടോ. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റാണ്. ഈ ഒരു ഷീറ്റും നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. മാഗ്നിസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ചെറുപറമ്പത്ത് റോഡിൽ നമ്മുടെ മെട്രോ പില്ലർ നമ്പർ വൈറ്റ് ലൈൻ വരുമ്പോൾ നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ളതാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നിസ്കേപ്സ്. മാഗ്നിസ്കേപ്സിൽ വന്ന് തൊട്ട് നോക്കി വാങ്ങിക്കാം, വെബ്സൈറ്റിൽ വാങ്ങിക്കാം. പിന്നെ വെബ്സൈറ്റിൽ നമ്മുടെ ചില സമയത്ത് ചിലതൊന്നും കാണത്തില്ല കേട്ടോ. അപ്പം ഈ വാട്സപ്പ് നമ്പറിൽ ചോദിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ചീത്തയായിട്ടൊന്നും അല്ല, എന്ന് വെച്ചാൽ വേഗം അവിടെ നമുക്ക് പോയി റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. ഉള്ള കാര്യം നിങ്ങളോട് ഉള്ള പോലെ അങ്ങ് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ അടുത്ത നല്ല ഹൈ വെബ്സൈറ്റ് വാങ്ങിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ ചോദിക്കും. അത് നാം ശരിയാക്കാം കേട്ടോ. അപ്പോൾ അത് മാഗ്നിസ്കേപ്സ് വരേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു. സൺഡേ ഓപ്പൺ ആണ്. രാവിലെ 10 മണി 5 മണി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കട്ടൻസ് മാഗ്നിസ്കേപ്സിലുണ്ട്. നല്ല തിക്കായിട്ടുള്ള കട്ടൻസ്, എംബ്രോയിഡറി ചെയ്ത കട്ടൻസ്, നോർമൽ യൂസിനുള്ള കട്ടൻസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ. താങ്ക് യു.